പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഭക്തിയോടുകൂടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. ദൈവത്തെ ഒരു അമ്മയെപ്പോലെ ആണ് നമ്മൾ കണക്കാക്കുക. നമ്മളിപ്പോൾ തിരുസഭ മാതാവ് എന്നാണല്ലോ പറയുന്നത്, തിരുസഭ അപ്പൻ എന്നല്ല പറയുന്നത്. അതുപോലെ ഭാരതപ്പൻ എന്നല്ല പറയുന്നത്. അപ്പോൾ ഒരു അമ്മ പ്രയോഗം എല്ലാ കാര്യങ്ങളോടും ചേർത്ത് വയ്ക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. ദൈവത്തെപ്പോലും നമ്മളങ്ങനെ അപ്പനും അമ്മയുമാണ്. ദൈവം അപ്പനും അമ്മയുമാണ്. അതായത് നമ്മുടെ ഒരു ചിന്ത, സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങൾ പുരുഷന്മാർ ചെയ്താൽ സ്ത്രീകളായിപ്പോവും എന്നൊരു ചിന്ത ഉണ്ട്. അതുകൊണ്ട് ചില പണികൾ സ്ത്രീകൾക്ക്, ചില പണികൾ പുരുഷന്മാർക്ക്. പക്ഷെ ദൈവം പറയുന്നതും ദൈവം നമ്മളോട് പറയാൻ ശ്രമിക്കുന്നതും ഈ മൊത്തത്തിലുള്ള ഒരു ക്വാളിറ്റി, അതൊരു പോരായ്മയല്ല. ഈശോ തന്നെ അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു എന്ന് പറയുന്നത് അനുസരണത്തിലും വിധേയത്തിലും ജീവിക്കുക അതൊരു കുറവല്ല. ഭാര്യ ഒരു കാര്യം ചെയ്യുമ്പോൾ വീട്ടിലും എന്തെങ്കിലും ഒരു പണിക്ക് അവരെ സഹായിച്ചു കൊടുക്കുക അതൊരു കുറവല്ല. അന്നത്തെ തലമുറ അത് പഠിച്ചു വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ക്വാളിറ്റി അത് ദൈവീകമാണ്. ചിലപ്പോൾ ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യം ഒരു പുരുഷൻ ചെയ്യുന്ന ഒരു കുറവല്ല. അത് അനുകമ്പ കാണിക്കുക, കരുണ കാണിക്കുക, സ്നേഹം കാണിക്കുക, തലോടുക, ഇതൊക്കെ ഒരു മനുഷ്യന് വേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് അങ്ങനെ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ ബലിയർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ സ്വഭാവമെല്ലാം നമ്മിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകൾ, തെറ്റുകുറ്റങ്ങളെല്ലാം നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോട് സഹോദരരെ നിങ്ങളോട് ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ,
നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തിൻ്റെയും സ്രഷ്ടാവും നിയന്താവുമായ ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കുകയും അങ്ങേ കാരുണ്യത്തിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, വാത്സല്യമുള്ളവനെ, ഇക്കാര്യങ്ങളാണ് നീ പഠിപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യേണ്ടത്. ആരെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിക്കുകയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്കും ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്. എല്ലാറ്റിനും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ. ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു. ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദേവധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യർ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങളും ഇതിൻ്റെ ഫലമത്രേ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുവാനും നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധംപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്നു. നിരവധി വ്യാമോഹങ്ങളിലും നിബന്ധിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടിയകലണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക. വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വെളിപ്പെട്ടിരിക്കുന്നത്. അനേകം സാക്ഷികളുടെ മുമ്പാകെ നീ ഇത് ദൃഢമായി ഏറ്റുപറഞ്ഞിട്ടുള്ളതാണല്ലോ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പീഡിപ്പിക്കുന്നവരുടെ ദുഷ്ടത എന്നെ വലയം ചെയ്യുന്നു. ക്ലേശകാലങ്ങളിൽ ഞാൻ എന്തിനു ഭയപ്പെടണം? അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്. എത്ര ആയാലും അത് തികയുകയുമില്ല. എന്നേക്കും ജീവിക്കാനോ പാതാളം കാണാതിരിക്കാനോ കഴിയുന്നതെങ്ങനെ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. ഒരു സമ്പന്നനാകുമ്പോഴും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട. അവൻ മരിക്കുമ്പോൾ ഒന്നുകൂടെ കൊണ്ടുപോവുകയുമില്ല. അവന്റെ മഹത്വം അവനെ അനുഗമിക്കുകയുമില്ല. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. ജീവിതകാലത്ത് സന്തുഷ്ടനെന്ന് കരുതിയെങ്കിലും അവന്റെ ഐശ്വര്യം കണ്ട് ആളുകൾ അവനെ സ്തുതിച്ചെങ്കിലും അവൻ തൻ്റെ പിതാക്കന്മാരോട് ചേരും.
ഇനിമേൽ അവൻ പ്രകാശം കാണുകയില്ല. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ അങ്ങേ ആത്മാവോടും കൂടെ. കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് അങ്ങേക്ക് മഹത്വം. മഹത്വം. അക്കാലത്ത് യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തമാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളുമാം മഗ്ദല്ല എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെറോദേസിൻ്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യൗവന്നായും സൂസൻ്റെയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റ് പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷത്തെ കരുണയുടെ സുവിശേഷമെന്ന് പൊതുവെ പറയപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റു ചില പ്രത്യേകതകളാണ് ദരിദ്രരോട് പക്ഷം ചേരുന്ന സുവിശേഷം. മറ്റൊരു പ്രത്യേകതയാണ് സ്ത്രീകളോട് പക്ഷം ചേരുന്ന സുവിശേഷം. അത് ഇന്നത്തെ സുവിശേഷത്തിൽ 3 വചനങ്ങളേ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ വചനത്തിൽ 12 പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞതിന് ശേഷം പിന്നെ കുറേ സ്ത്രീകളുടെ പേരും കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെക്കുറിച്ച് ചില സ്ത്രീകൾ എന്ന് പറഞ്ഞു വയ്ക്കുക. സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള സുവിശേഷമാണ്. മത്തായിയുടെ സുവിശേഷം ഈശോയുടെ ബാല്യകാല ചരിത്രമെല്ലാം യൗസേപ്പ് പിതാവിനെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിക്കുമ്പോൾ, ലൂക്കായുടെ സുവിശേഷം അത് മറിയത്തെ കേന്ദ്ര കഥാപാത്രമാക്കിയാണ് ഈശോയുടെ ബാല്യകാല കഥകളെല്ലാം ചരിത്രമെല്ലാം പറയുന്നത്. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 1ഉം 2ഉം അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. സക്കറിയ പുരോഹിതന് കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് എലിസബത്തിനെ കുറിച്ചും പറയുന്നത്. മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട കാര്യം. അതുപോലെ ഈശോയെ കാഴ്ച സമർപ്പണം നടത്താൻ വേണ്ടി ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ശിമയോനുണ്ട്, അവിടെ ഒരു അന്ന എന്ന ഒരു സ്ത്രീയെക്കുറിച്ച് 84 വയസ്സ് പ്രായമുള്ള രാപ്പകൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞിരുന്നൊരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് മർത്ത മറിയം 2 കഥാപാത്രങ്ങളെക്കുറിച്ചും ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഈ സ്ത്രീകൾക്ക് ഈശോയുടെ ജീവിതവുമായിട്ടും ഒരു കണക്ഷൻ നമുക്ക് അത് പറയാൻ സാധിക്കും. കുരിശിൻ്റെ ചുവട്ടിൽ നിന്നത് ഈശോ അവതരിക്കാൻ പരിശുദ്ധ മറിയം എന്ന സ്ത്രീ വേണ്ടി വന്നില്ലേ? ഇനി ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോഴും കല്ലറയിലേക്ക് ആദ്യം ഓടിയതൊരു സ്ത്രീയാണ്, മഗ്ദലന മറിയം. അപ്പം ഇതൊക്കെ ചില പ്രത്യേകതകളാണ്. ഒരു സ്ത്രീ പ്രാധാന്യം, 2 പേർക്ക് തുല്യ പ്രാധാന്യം. ഇന്നത്തെ സുവിശേഷത്തിൽ ശ്രദ്ധിച്ച് 12 പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് മറ്റു ചില സ്ത്രീകളും അവൻ അനുഗമിച്ചിരുന്നു. അപ്പം അനുഗമിച്ച സ്ത്രീകൾ, നമ്മളിങ്ങനെ വിശുദ്ധരുടെ ചരിത്രമൊക്കെ എടുക്കുമ്പോഴും വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ അമ്മ മാർഗ്രറ്റിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. ഡോൺ ബോസ്കോ തുടങ്ങിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന കേന്ദ്രത്തിൽ അമ്മയും കൂടെ ചേർന്ന് അവരോടൊപ്പം താമസിച്ച് ശുശ്രൂഷ ചെയ്തിരുന്നു. നീ ബലിയർപ്പിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഇനി വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ അമ്മ മോണിക്കായുടെ സ്ഥാനം നമുക്കറിയാം. ഒരു വിശുദ്ധൻ രൂപപ്പെട്ടു വരുന്നതിന് ഒരു സ്ത്രീയുടെ പ്രാധാന്യം. അതുപോലെ തന്നെ പുതിയ വിശുദ്ധൻ കാർലോയുടെ അമ്മ അന്റോണിയ. നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്ന കാര്യമാണ്. അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിട്ട് വീണ്ടും മക്കളുണ്ടാകും, എന്നെ വിശുദ്ധനായിട്ട് സഭ വാഴിക്കും. ഇതൊക്കെ അമ്മയോട് ഒരു
ദർശനം പോലെ പറഞ്ഞതായിട്ട് ഈ അമ്മയുടെ റോള് വളരെ പ്രധാനമാണ്. ഒരു സ്ത്രീയുടെ റോള് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമാണ്, യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. അതാണ് വചനം പറയുന്നത്. നിങ്ങൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ യേശുക്രിസ്തുവിൽ നിങ്ങളെല്ലാവരും ഒന്നാണ്. ഈ ഒരു ചൈതന്യം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമുക്ക് ചിലപ്പോൾ ഒരു കുറവായിട്ട് തോന്നുന്നൊരു വാക്കാണ് സ്ത്രൈണഭാവം. ഒരു അനുകമ്പ കാണിക്കുന്നത് സ്ത്രൈണ സ്വഭാവമാണ്. ഈ ഇടയ്ക്ക് വൈറലായിട്ടുള്ള നമ്മുടെ പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ ഒരു കവിത, അത് നിങ്ങളൊക്കെ പലരും കേട്ടുകാണും, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും. യേശു ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു, യേശു ഒരു അയർലൻഡുകാരനായിരുന്നു, യേശു ഒരു യഹൂദനായിരുന്നു, യേശു ഒരു കാലിഫോർണിയക്കാരനായിരുന്നു, എന്നിട്ട് അതിന് തത്തുല്യമായ വാദങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എല്ലാത്തിനും ഒരു 3 കാര്യങ്ങൾ വെച്ച് പറയുക. ആ കൂട്ടത്തിൽ അവസാനം പറഞ്ഞു വെച്ച കാര്യമാണ് ഈശോ ഒരു സ്ത്രീയായിരുന്നു. എന്നിട്ട് അത് കേട്ടിട്ട് കുറേ പേര് അവരുടെ ചാനലിനൊക്കെ റേറ്റ് കൂട്ടാൻ വേണ്ടി അങ്ങോട്ട് ഉടനെ ഒരു തിയോളജിയോ ഒന്നും അറിയാൻ പാടില്ലാത്ത, ഒന്നിനെക്കുറിച്ച് ഒരു കാര്യപ്രാപ്തിയില്ലാത്ത ആളുകൾ, കാര്യമായിട്ട് അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്ത ആളുകൾ അതേക്കുറിച്ച് വീഡിയോ ഇറക്കി അവരങ്ങ് കുറ്റപ്പെടുത്തി. അപ്പോൾ ഒരച്ഛൻ, സോഷ്യൽ മീഡിയയിൽ അച്ഛൻ പറഞ്ഞു, ഇതിനിപ്പോൾ എന്താണ് അവരെ കുറ്റപ്പെടുത്താൻ കാരണം? അതായത് ഈശോ എല്ലാവർക്കും ഒരേപോലെ അനുഭവപ്പെട്ടു എന്ന് പറയുന്നത് തെറ്റാണോ? കറുത്തവർഗ്ഗക്കാരന് ഈശോ കറുത്തവർഗ്ഗക്കാരനെ പോലെ തോന്നി, ഈശോ യഹൂദനെ പോലെ തോന്നി, ഒരു കാലിഫോർണിയക്കാരന് ഈശോ കാലിഫോർണിയക്കാരനെ പോലെ തോന്നി, ഒരു അയർലൻഡുകാരന് ഈശോ അയർലൻഡുകാരനെ പോലെ തോന്നി. അങ്ങനെ തോന്നിയത് തെറ്റാണോ? ഈശോ എല്ലാവർക്കും വ്യത്യസ്തമായ രീതിയിൽ ഈശോ അനുഭവപ്പെടുന്നത് തെറ്റാണോ? ഈശോ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞത്, അതിന് പറയുന്ന കാരണങ്ങൾ അവർ പറഞ്ഞത് അവരുടെ കവിതയിൽ, അതായത് വിശന്ന് വലഞ്ഞ ജനം അവരെ എങ്ങനെ തീറ്റിപ്പോറ്റും, അപ്പോൾ ഈശോ അപ്പം വർദ്ധിപ്പിച്ച് അവരെ തൃപ്തിപ്പെടുത്തി. ആ വചനഭാഗം പറയുന്ന ഭാഗത്ത് പറയുന്നൊരു കാര്യമാണ്, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അവർ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവരോട് അനുകമ്പ തോന്നി, ആ ജനത്തോട് ദൈവത്തിന് അനുകമ്പ തോന്നി. അനുകമ്പ തോന്നുന്നത് ഒരു സ്ത്രൈണഭാവമാണ്, ഒരു അമ്മയുടെ സ്വഭാവമാണ് അനുകമ്പ കാണിക്കുക. അപ്പൻ തല്ലുകൂടുമ്പോഴും മക്കളെ തല്ലുമ്പോഴും വഴക്ക് പറയുമ്പോഴും അമ്മയാണ് പക്ഷം ചേരുന്നത്. സാരയില്ല, പോട്ടെ, അവൻ ശരിയാവും എന്ന് പറഞ്ഞ് അമ്മയാണ് പക്ഷം ചേരുന്നത്. അപ്പോൾ ഒരു സ്ത്രൈണഭാവം വേണം. ഇനി രണ്ടാമത്തെ അവർ പറയുന്നത്, ഈശോയുടെ പ്രസംഗങ്ങൾ, ഈശോ പുരുഷാരത്തോട് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈശോ അവർ മനസ്സിലാകുന്നത് വരെ ക്ഷമയോടെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈശോ ശ്രമിച്ചു കൊണ്ടിരുന്നു. അത് ഒരു സ്ത്രീയുടെ സ്വഭാവമാണ്. അപ്പനാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയി കളയും. അമ്മയാണെങ്കിൽ കുറച്ചുകൂടി നിന്ന് ആ കൊച്ചിനോട് കാര്യങ്ങൾ പറഞ്ഞ്, ഇപ്പോൾ പഠിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ അമ്മ പറഞ്ഞു കൊടുക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം ആ കവിതയിൽ പറയുന്നത്, ഈശോ മരിച്ചിട്ടും ചെയ്തു തീർക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് ഈശോ ഉയർത്തെഴുന്നേറ്റു. ശരിയല്ലേ? ഈശോ ചെയ്ത് തീർന്നിട്ടില്ലാത്തതുപോലെയാണ് ഉദ്ധിതനായ ഈശോ വീണ്ടും സഭയിൽ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ ശക്തിപ്പെടുത്താൻ വേണ്ടി തിബേരിയാസ് കടൽ തീരത്തൊക്കെ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് പലർക്കും പ്രത്യക്ഷപ്പെട്ട് അവരെ ശക്തിപ്പെടുത്തുന്നുണ്ട്. കാരണം ഈശോ അത് പൂർത്തിയാക്കണം. ഈശോയുടെ ദൗത്യം അവരെ ധൈര്യപ്പെടുത്തണം, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറച്ച് അവരെ സാക്ഷികളാക്കി മാറ്റണം. അതാണ്. അപ്പം ഉയർത്തെഴുന്നേറ്റ ഈശോ അതേക്കുറിച്ച് അവരെ സൂചിപ്പിക്കുന്നുണ്ട്. അത് തെറ്റാണോ? അപ്പോൾ എടുത്ത ഉടനെ തന്നെ ഏതാണെന്ന് മനസ്സിലാക്കാതെ അതിനെടുത്തു ചാടി പലരും മറുപടി പറഞ്ഞു. അവർക്കിപ്പോൾ ലജ്ജ തോന്നുന്നുണ്ടാവും, ഞങ്ങൾ പറഞ്ഞത് തെറ്റായിപ്പോയില്ല. പക്ഷെ അവർക്കൊരു ഗുണം ചെയ്തു, അവരുടെ മീഡിയ ചാനലിന് നല്ല റേറ്റിംഗ്, വ്യൂസൊക്കെ കിട്ടിക്കാണും. പക്ഷേ ഇതാണ് സംഭവം. ഇതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 15-ാം വാക്യം. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറക്കുമോ? അത് ചോദിക്കുന്ന ചോദ്യമാണ്. യെശയ്യാ 49:15. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഒരു അമ്മയ്ക്ക് മറക്കാൻ പറ്റില്ല, മറക്കുന്ന അമ്മമാരുണ്ട്. അതുകൊണ്ടായിരിക്കാം ദൈവം പറഞ്ഞത് അവൾ മറന്നാലും ഞാൻ മറക്കുകയില്ല. അപ്പം അമ്മയേക്കാൾ ഉപരിയാണ് ദൈവം, ഒരമ്മയേക്കാൾ ഉപരിയാണ് ദൈവം.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ ആമുഖത്തിൽ പറഞ്ഞില്ലേ, നമ്മൾ എന്തുകൊണ്ടാണ് ഭാരതാംബ എന്ന് പറയുന്നത്, തിരുസഭ മാതാവെന്ന് പറയുന്നത്. അതാണ് കുറച്ചുകൂടി സൗകര്യം. എല്ലാവരും ഉൾക്കൊള്ളുന്നവൾ എന്ന് പറയാൻ, എല്ലാവരും ഉൾക്കൊള്ളുന്നവൾ ഭാരതാംബ. എല്ലാ രാജ്യക്കാരെയും എല്ലാ ഭാഷക്കാരെയും എല്ലാ മതസ്ഥരെയും ഉൾക്കൊള്ളുന്ന അമ്മ എന്ന് പറയുന്ന എല്ലാം ഉൾക്കൊള്ളുന്നത്. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഒരു മരണ വീട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും മദ്യപിക്കുന്നത് പുരുഷന്മാരാണ്. വിഷമം, രാത്രിയൊക്കെ ഉറക്കമൊഴിച്ചിൽ നടത്തണം, വിഷമം കൊണ്ട് മദ്യപിക്കുന്നവർ. പക്ഷേ ഏറ്റവും കൂടുതൽ കരയുന്നത് സ്ത്രീകളാണ്. മരണ വീട്ടിൽ കരയുന്നത് സ്ത്രീകളാണ്, പുരുഷന്മാരല്ല. പക്ഷേ അങ്ങനെയെങ്കിൽ വിഷമമുള്ളവരാണ് മദ്യപിക്കേണ്ടതെങ്കിൽ സ്ത്രീകളാണ് മരണ വീട്ടിൽ മദ്യപിക്കേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരു മരണം പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ പോലും, ഒരു രാത്രി ഉറക്കമുളച്ചിൽ പോലും അത് തരണം ചെയ്യണമെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഒരു സപ്പോർട്ട് വേണം, മദ്യത്തിൻ്റെ സപ്പോർട്ട് വേണം. അപ്പോൾ വിൽ പവർ ആർക്കാണ്? വിൽ പവർ. ഒരു പ്രശ്നം തരണം ചെയ്യാൻ വിൽ പവർ ആർക്കാണ്? ഒരു കാര്യം തീരുമാനിച്ചെടുത്ത് പിടിച്ചു കെട്ടാനുള്ള കഴിവ് ആർക്കാണ്? ഒരു മദ്യപാനം എന്ന ഒരു കാര്യം അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു കാര്യം തീരുമാനിച്ചെടുത്ത് അത് പിടിച്ചു കെട്ടാൻ സാധിക്കാത്തത് അത് സെൽഫ് കൺട്രോൾ ഇല്ലായ്മയല്ലേ? സെൽഫ് കൺട്രോൾ അതൊരു സ്ത്രീയുടെ ഗുണമാണ്, ദൈവത്തിൻ്റെ ഗുണമാണ്, ഇല്ലേ? ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോഴും ദൈവം ഒന്നും ചോദിക്കുന്നില്ല. പിതാവ് അവിടെ ധൂർത്തപുത്രൻ്റെ അപ്പൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. നീ എവിടെയായിരുന്നടാ, നീ സ്വത്തൊക്കെ ധൂർത്തടിച്ചിപ്പോൾ വന്നിരിക്കുന്നു എന്ന് ചോദിക്കാമായിരുന്നല്ലോ. അതാണ് ആത്മശക്തി, ആത്മനിയന്ത്രണം. അതൊരു അപ്പൻ്റെ ക്വാളിറ്റി കൂടിയായി മാറണം. ദൈവം അപ്പനും അമ്മയും ആണ്. ഒരു വീട്ടിലും സ്ത്രീ, അവിടെ ഭാര്യ, മരുമകൾ, അതായത് അമ്മയും മകനും വീട്ടിലുണ്ട്. മരുമകൾ ജോലിക്ക് പോയിരിക്കുക. അപ്പോൾ ജോലിക്ക് പോയ സമയത്ത് അമ്മ മകനോട് കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുക. നീ അവളങ്ങനെ വിട്ടാൽ പറ്റില്ല, അവൾ നിലക്ക് നിർത്തണം, അവളെ വര നിർത്തണം, നിൻ്റെ മേൽ ഒരു അധികാരം അവൾക്ക് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ കുനിഷ്ടി പറഞ്ഞു കൊടുക്കുക. അവർക്ക് അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്നില്ല, അതെല്ലാം പറഞ്ഞു കൊടുക്കുക. പക്ഷേ വൈകുന്നേരമായപ്പോൾ ജോലി കഴിഞ്ഞ് ഭാര്യ വന്നു. അപ്പോൾ ഇപ്പം മകനുണ്ടല്ലോ, തൻ്റെ ഭാര്യയോട് ഭർത്താവ് ഉണ്ടാക്കിയ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. അവൾ വിഷമിച്ച് വന്നതല്ലേ. അപ്പം അവൾ ചായയും കുടിച്ച് അങ്ങനെ പോകുമ്പോൾ അമ്മ വന്നിട്ട് മകനോട് പറയണം, എടാ നീ എന്ത് പൊട്ടനാടാ, നിന്നോട് ഞാൻ പറഞ്ഞു വന്ന് നിനക്ക് മനസ്സിലായില്ലേ, നീ എന്തീ കാണിച്ചത്, അവളെ നല്ല നിലക്ക് നിർത്തണ്ടേ എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ പിരികെറ്റിക്കൊണ്ടിരിക്കുക. അപ്പം മകൻ പറഞ്ഞു, ഞാനിപ്പോൾ അമ്മ പറഞ്ഞതിനൊക്കെ മറുപടി പറഞ്ഞാൽ അമ്മ താങ്ങില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ മറുപടി പറയുന്നില്ല. കാലം മാറി അമ്മ. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് ഓരോ പണി ചെയ്യുന്നത്. വീട്ടിലെ ഭാര്യ എന്തെങ്കിലും അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് വീടിൻ്റെ മുറികളൊക്കെ വെള്ളമുക്കി തുടക്കുന്ന പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് ഇപ്പോഴത്തെ ഭാര്യ ഭർത്താക്കന്മാർ പോകുന്നത്. ശരിയല്ലേ? എൻ്റെ വീട്ടിൽ എൻ്റെ അനുജന് 45 വയസ്സുണ്ട്. അവനാണ് തറ തുടക്കുന്നത്. അത് മോപ്പ് വെച്ചിട്ടല്ല, കോല് വെച്ചിട്ടല്ല, അത് ബക്കറ്റിൽ വെള്ളമെടുത്ത് മുട്ടിന് നിന്നിറങ്ങി തറ തുടക്കും. അതാണ് അങ്ങനെ ചെയ്യേണ്ട. അപ്പോൾ ആ പണി ചെയ്ത് കഴിഞ്ഞാൽ അത് പുരുഷന്മാർക്ക് പറ്റിയ പണിയല്ല, അങ്ങനെ പറയാൻ പറ്റുമോ? അത് ചെയ്താൽ വല്ല സ്ത്രീയായി പോവോ? അതിന് സ്ത്രൈണഭാവം നമുക്ക് വേണം. സ്ത്രീയുടെ ചില ക്വാളിറ്റികൾ വേണം. സഹിക്കാനും ക്ഷമിക്കാനും ആത്മശക്തിയും അതൊക്കെ നമുക്ക് വേണം. ഇന്ന് സ്ത്രീകളെക്കുറിച്ച് ഈശോ പറയുമ്പോൾ അങ്ങനെ ഒന്ന് ധ്യാനിക്കുന്ന നല്ലതാണ്. ഒരു സ്ത്രീയുടെ ക്വാളിറ്റി കൂടി നമുക്ക് വേണം. ക്ഷമിക്കാനും സഹിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്ന വിധത്തിൽ നമ്മൾ വളരണം. നമുക്കതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയുടെ ആ ക്വാളിറ്റി, എല്ലാവരും ഉൾക്കൊള്ളാനായിട്ടുള്ള ഈശോയുടെ ക്വാളിറ്റി. പീലാത്തോസിന് മുമ്പിൽ കൈകൾ കെട്ടി അങ്ങനെ നിൽക്കുമ്പോൾ, നിശബ്ദനായിട്ട് നിൽക്കുമ്പോൾ, അവർക്ക് വിധേയപ്പെട്ട ലൂക്കായുടെ സുവിശേഷം 2:51 വാക്യം, പിന്നെ അവൻ അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു എന്ന് പറയുമ്പോൾ അതൊരു കുറവല്ല. അനുസരണത്തോടെ ജീവിക്കുന്നത് ഒരു കുറവല്ല. അപ്പനും അമ്മയും പറഞ്ഞ് അനുസരിക്കുന്ന ഒരു കുറവല്ല. അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നത് അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ്. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിയട്ടെ.
കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന. പരിശുദ്ധമ്മേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ വളർത്തിയ പരിശുദ്ധമ്മ, ഈശോയെപ്പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന് ഈശോയെപ്പോലെ ആയിത്തീരാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും ആശീർവദിച്ചരാ കൈകളിൽ നാനാ ഈടുന്നു ഇന്നലെ പൂർണ്ണമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമാ. പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകൾ തൃക്കൺ പാർക്കുകയും അങ്ങേ ദാസരുടെ കാണിക്കകൾ ദയാപൂർവം സ്വീകരിക്കുകയും ചെയ്യണമേ. അങ്ങനെ ഓരോരുത്തരും അങ്ങ് നാമത്തിൻ്റെ സ്തുതിക്കായി അർപ്പിക്കുന്നത് എല്ലാവരുടെയും രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമന്ത്രി. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങയക്കുകയും ചെയ്ത അങ്ങ് വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന്
അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവ പരിശുദ്ധൻ ദൈവ പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിം വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ
നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ്യമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർമ്മിക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അങ്ങ് അർഹരാക്കണമേ. അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ
എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടി. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവഗുണിയാണ് എൺകളിൽ കണിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവഗുണിയാണ് എൺകളിൽ കണിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവഗുണിയാണ് എൺകളിൽ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൂദാശയാൽ അങ്ങ് പരിപോഷിപ്പിക്കുന്ന ഞങ്ങളെ നിരന്തര സഹായത്താൽ ഉദ്ധരിക്കണമേ. അങ്ങനെ ദിവ്യരഹസ്യങ്ങളാലും ജീവിത രീതികളാലും പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ സംപ്രാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തില് പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.